ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾ സ്കൂളിട്ടിരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം മാത്രം മതി, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനായിട്ട് 3 സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കടയിലേക്ക് ഉണ്ടാക്കുന്ന അളവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാള എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഐറ്റത്തിലേക്കായിട്ട് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടെ തന്നെ പച്ചമുളകും, കൂടെ തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു സവാളയും അതുപോലെ തന്നെ 4 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അത് വളരെ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ കടലമാവാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബൗളിൽ മാവിട്ടിട്ട് മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരുപാട് ലൂസുള്ള കൺസിസ്റ്റൻസി അല്ല കേട്ടോ വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ നല്ലത്. അപ്പോഴാണ് ഇഞ്ചിയുടെയും സവാളയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ ഈ ബാറ്ററിലേക്ക് പിടിക്കുകയുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്, ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ചായക്കടകളിലൊക്കെ കിട്ടുന്ന തനി നാടൻ പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാത്ത പക്കോട നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ബോളാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉരുളകൾ ഇട്ട് കൊടുത്ത് 2 മിനിറ്റിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്യണേ. താങ്ക്